ഞായറാഴ്ച ദിവസം ഇങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ അടുക്കളയിൽ നിന്ന് ഓരോന്നുണ്ടാക്കാൻ പ്രത്യേകിച്ചൊരു മടിയുള്ള ദിവസമാണെന്ന് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന മിക്കവാറും എല്ലാ കൂട്ടുകാർക്കൊക്കെ മനസ്സിലായി കാണും. അവരങ്ങനെ അവിടെ ടി വി കാണുകയും ഫോൺ കാണുകയും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് കാണുമ്പോൾ വല്ലാത്തൊരു കുശുമാണ് കേട്ടോ. അവരുടെ കൂടെ കുറച്ച് നേരം പോയി ഇരിക്കാൻ തോന്നും. അങ്ങനെ രാവിലെ എന്തായാലും ബ്രെഡിലും ഗ്രീൻ പീസ് കറിയിലും ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഒതുക്കി ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് ഉച്ചയ്ക്കലത്തേന് നമ്മുടെ മടിയുള്ള ദിവസം വെക്കുന്ന പ്രധാനമായിട്ടായ മുട്ട ബിരിയാണി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഉച്ചയ്ക്കലത്തേന് മുട്ട ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ പോയി എന്തെങ്കിലും മീനൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ട ബിരിയാണിയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റിയപ്പോഴാണ് രണ്ടെണ്ണം കൂടെ അപ്പുറത്ത് കിടന്ന് അടി കൂടുന്നത് കണ്ടത് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് അടങ്ങിയതാണ്. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ട് ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റിക്ക് കടലപ്പായസം വെക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബിരിയാണി വെച്ചപ്പം വെർമസലിയാണ് വെച്ചത്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പ്രഥമൻ കുടിക്കുന്ന അതേ ഫീലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പഴമൊക്കെ ഇട്ട് ഇളക്കി ഞെവിടി ഇങ്ങനെ അങ്ങോട്ട് കഴിക്കാനായിട്ട്. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞപ്പം മാർക്കറ്റിലേക്ക് പോയി. ആദ്യം നമ്മൾ ചെന്നത് ഒരു മെത്ത മേടിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ മെത്തയും ഒരു പില്ലോയും ഒക്കെ വാങ്ങിയിട്ട് നേരെ പിന്നെ നമ്മുടെ കുറച്ച് മീനും പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ട് മാർക്കറ്റിനുള്ളിലേക്ക് കയറിപ്പോയി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചക്കറി വാങ്ങുന്ന മാർക്കറ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ കയറി കുറച്ച് സവാളയും കിഴങ്ങൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മസാല വാങ്ങണമായിരുന്നു. അങ്ങനെ മസാല വാങ്ങിക്കാനായിട്ട് ഈ അപ്പൂപ്പൻ്റെ അടുത്ത് വന്നതാണ്. അന്നേരം അപ്പൂപ്പൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. മുളക് പൊടിക്കും മല്ലിപ്പൊടിക്കും ഒക്കെ ഭയങ്കര വിലയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ മസാലപ്പൊടിയൊക്കെ വാങ്ങിയിട്ട് പിന്നെ അവസാനം നമ്മൾ മീൻ വാങ്ങാൻ പോയി കേട്ടോ. ഇതാണ് നമ്മൾ മീൻ വാങ്ങുന്നത്. ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. ഇതിനുള്ളിൽ ആ ഒരു ചെറിയ ഷോപ്പാണെങ്കിൽ ഇതിനുള്ളിൽ തന്നെ എല്ലാ മീനും ഉണ്ട്. അവർ വലിയ മീനൊക്കെ ഇങ്ങനെ ഒരു സൈഡിലിരുന്ന് വെട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മീനും ഒക്കെ വാങ്ങിയിട്ട് കുറച്ച് തുണിയൊക്കെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇതേപോലെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഇരുന്ന് തയ്ക്കും കേട്ടോ. അങ്ങനെ തുണിയൊക്കെ തയ്ക്കാൻ കൊടുത്തിട്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് പോയത്. പിന്നെ തിരിച്ചു പോയി അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി.